അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു ചെറിയൊരു സർജറി കഴിഞ്ഞതിന് മൂക്കിൽ ദശവളർച്ചയുമായി ബന്ധപ്പെട്ടൊരു സർജറി. അപ്പോൾ ആ സർജറി കഴിഞ്ഞതിന് ശേഷം ആ കുട്ടിയുടെ ഒരു കണ്ണിൻ്റെ കാഴ്ചശക്തി, അതായത് വലത് കണ്ണിൻ്റെ കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മൾ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ എല്ലാം പരാതി കൊടുത്തിട്ടുണ്ട്. നിയമപരമായിട്ടുള്ള മറ്റ് നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ജനങ്ങളെ അറിയിക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ പ്രസ് ക്ലബ്ബിൽ വന്നിട്ടുള്ളത്. അപ്പോൾ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഈ രസ്നയുടെ ഭർത്താവ് ഷെജിൽ, അതുപോലെ തന്നെ രസ്നയുടെ അച്ഛൻ രാജേട്ടൻ, അതുപോലെ തന്നെ സഹോദരൻ ശ്രീജിത്ത് ടി വി, പിന്നെ നമ്മുടെ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് എം രമേശൻ, പിന്നെ രജിൻ, ഞാൻ 5 ആളാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ അടിസ്ഥാനത്തിൽ നമ്മൾ പിന്നെ കൊയിലി ഹോസ്പിറ്റലിൽ അരുൺ ദിവാറിനെ കാണിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു മൂക്കിലുണ്ടാകുന്ന ദശ വളർച്ച അത് ചെറിയൊരു ശസ്ത്രക്രിയയിലൂടെ എടുത്തു കളഞ്ഞാൽ മാത്രമേ അത് ശരിയാവുന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞ് സംസാരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ പിന്നെ 7-ാം തീയതി 7/10 കാണിക്കാൻ വേണ്ടി പോയി. അവരും പറഞ്ഞത് ഇത് ദശ വളർച്ചയാണ്, ഇത് ശരിയാക്കണമെങ്കിൽ ശസ്ത്രക്രിയ വേണം എന്ന രീതിയിലാണ് അവർ ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. അവിടെ പ്രിയദർശിനി മേഡത്തിനെയാണ് കാണിച്ചത്. അവർ 23/10 അഡ്മിറ്റാകാൻ പറയുകയും 24-ാം തീയതി സർജറിയും ചെയ്തു. സർജറി ചെയ്ത് പുറത്തിറങ്ങിയ ഉടനെ ഡോക്ടർ നമ്മളെ സമീപിക്കുകയും നമ്മളോട് പറഞ്ഞു ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ജ്യോതിസിൽ പോകണം എന്ന് പറഞ്ഞ് ആംബുലൻസും അവിടെ തന്നെ ഏർപ്പാടാക്കി തന്നു. നമ്മൾ ഉടനെ പള്ളിക്കുന്ന് ജ്യോതിസ് പോയി. അവിടെ നിന്ന് പറഞ്ഞ് ശസ്ത്രക്രിയ ചെയ്യുമ്പോഴുണ്ടാകുന്ന ബ്ലോക്കാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഹെപ്പാരൻ എന്ന മരുന്ന്, ബ്ലോക്ക് അലിയിച്ച് കളയുന്ന മരുന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അതിന് പിന്നെ കാർഡിയോളജീൻ്റെ ഒപ്പീനിയൻ വേണം. നമ്മൾ ഉടനെ ശ്രീചന്ദ് പോയി അവിടെ നിന്ന് കാർഡിയോളജിനെ കാണിച്ചു. അപ്പോൾ 5 മണിക്കൂറിനുള്ളിൽ ഇത് സ്റ്റാർട്ട് ചെയ്യണം ഹെപ്പാരൻ. നമ്മൾ എന്നിട്ട് 5 മണിക്കൂറിനുള്ളിൽ തന്നെ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ എത്തുകയും ഹെപ്പാരൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. പിറ്റേ ദിവസം ഈ നമ്മൾ വലത് കണ്ണ് ഒരു ഭാഗത്തേക്ക് തെന്നി വരുന്നത് നമുക്ക് ശ്രദ്ധയപ്പെട്ടു. ഉടൻ തന്നെ നമ്മൾ ഡോക്ടറെ സംസാരിച്ച് നിർബന്ധിച്ച് അവരിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിക്കുകയും അരവിന്ദ് പോയി, കോയമ്പത്തൂർ അരവിന്ദ് പോവുകയും അവിടുന്ന് ഡോക്ടർ പറഞ്ഞ് ഇത് ശസ്ത്രക്രിയയിൽ വന്ന ഫാൾട്ടാണ്, അത് ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ഞരമ്പിന് ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്, നമുക്ക് ഒരു മുറിവോ അല്ലെങ്കിൽ ഒരു ബ്ലോക്കോ ആണെങ്കിൽ നമുക്ക് എന്ത് വേണ്ടിക്കും ചെയ്യാൻ പറ്റും, ഡാമേജ് സംഭവിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന ഒരു സർട്ടിഫിക്കറ്റ് അവർ നമുക്ക് തരുകയും ചെയ്തു. നമ്മൾ എന്നിട്ട് അതിന് ശേഷം പിന്നെ ബോംബെയിലും അതേപോലെ തന്നെ പിന്നെ ചെന്നൈയിലും എല്ലാം റിസൾട്ട് അയച്ചു കൊടുത്തെങ്കിലും അവർ എല്ലായിടത്തും ഒരേ മറുപടിയാണ് നമുക്ക് കിട്ടിയത്. നമ്മളുടനെ എന്നിട്ട് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ ഈ പിന്നെ PROവിനും പിന്നെ ഡോക്ടർമാരെ സമീപിച്ച് നമ്മൾ കാര്യങ്ങൾ പറയാൻ പോയപ്പോൾ തന്നെ അവരെ ഭാഗത്തു നിന്ന് വളരെ ധിക്കാരപരമായ പിന്നെ മറുപടിയാണ് നമുക്ക് ലഭിച്ചത്. നിങ്ങൾ പോയിട്ട് കേസ് കൊടുത്തോ, നഷ്ടപരിഹാരം വാങ്ങിക്കോ എന്നുള്ള രീതിയിലുള്ള സമീപനമാണ് നമുക്ക് കിട്ടിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പിന്നെ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും എല്ലാം പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനെ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്, പക്ഷേ അതിൽ കൂലിപ്പണിക്കാരനാണ്. അപ്പോൾ അതുകൊണ്ട് ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്നത് വേണമെന്ന് പറഞ്ഞു. അത് പിന്നീട് അഞ്ചരക്കണ്ടിയിൽ പോയത് അവിടെ ആരോഗ്യ ഇൻഷുറൻസ് മറ്റേ വലത് കണ്ണ് ഇനി കാഴ്ച തിരിച്ചു കിട്ടില്ല എന്നാണ് പറഞ്ഞത്. രസ്ന എന്ന് പറഞ്ഞാൽ 30 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്, ചെറിയ 2 കുട്ടികളുണ്ട്. അവളെ സംബന്ധിച്ചിടത്തോളം മാനസികമായ ചില പ്രയാസമുണ്ട്. അപ്പോൾ മറ്റ് വക്കീലിനെല്ലാം ആക്കി മറ്റ് നിയമപരമായിട്ടുള്ള മാർഗത്തിലൂടെ അല്ല, അവർ പറയുന്നത് നിങ്ങൾ കേസ് കൊടുത്തിട്ട് കിട്ടുന്ന നഷ്ടപരിഹാരം വാങ്ങിക്കുമെന്ന്. അവർ ഈ വേറൊരു കാര്യം അവർ പറഞ്ഞിട്ടുള്ളത് ഡോക്ടർ